കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ അപ്രതീക്ഷിതമായുണ്ടായ പൊട്ടിത്തെറിയും പുകയും ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വടകര സ്വദേശി സുരേന്ദ്രൻ, വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലൻ, കൊയിലാണ്ടി സ്വദേശി ഗംഗാധരൻ എന്നിവരുടെ മരണത്തിലാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത്. ആദ്യം രണ്ടുപേരുടെ പോസ്റ്റ്മോർട്ടം മാത്രമായിരുന്നു നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പുക ശ്വസിച്ചും ശ്വാസം കിട്ടാതെയുമാണ് ആളുകൾ മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് 5 പേരുടെയും പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ മരിച്ച 5 പേരിൽ ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോഴേ മരണപ്പെട്ടിരുന്നുവെന്നും മറ്റുള്ളവർ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നുവെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിരുന്നു. UPS മുറിയിൽ നിന്ന് പുക ഉയർന്ന പശ്ചാത്തലത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ സാങ്കേതിക അന്വേഷണം നടത്തുമെന്നും 2 ദിവസത്തിനകം കെട്ടിടത്തിലെ വയറിംഗിൽ ബലക്ഷയം ഉണ്ടായിട്ടുണ്ടോ എന്നതിലും പരിശോധന നടത്തി അത്യാഹിത വിഭാഗം പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുമെന്ന് ആശുപത്രി സൂപ്രണ്ടും ആരോഗ്യമന്ത്രിയും അറിയിച്ചിരുന്നു. എന്നാൽ മെഡിക്കൽ കോളേജിൽ പുക ഉയർന്നതിനെ തുടർന്ന് ആരോഗ്യ വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ചാണ് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ രംഗത്തെത്തിയത്. അതോടൊപ്പം കെട്ടിടം നിർമ്മിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നും അപകടമുണ്ടായപ്പോൾ എമർജൻസി എക്സിറ്റ് ഇല്ലാതിരുന്നത് വീഴ്ചയാണെന്നും മെഡിക്കൽ കോളേജിലെ രോഗികളെ എത്തിച്ച മറ്റ് സ്വകാര്യ ആശുപത്രികൾ പണം ആവശ്യപ്പെട്ടെന്നുമൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. UPS ബാറ്ററി പൊട്ടിത്തെറിച്ച് ദിവസങ്ങൾ കഴിയുന്നതിന് മുന്നേ വീണ്ടും അടുത്തതായി അതേ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായിരിക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഭാഗങ്ങളും കത്തി നശിച്ചിരുന്നു എന്നാണ് തീയണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. മെഡിക്കൽ കോളേജിന് കുറഞ്ഞത് 20 സെന്റ് സ്ഥലമെങ്കിലും അനുവദിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാമായിരുന്നു എന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ T സിദ്ദിഖ് പറയുകയുണ്ടായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തുടർച്ചയായ തീപിടുത്തത്തിൽ പ്രധാനമന്ത്രിക്ക് MK രാഘവൻ MP കത്തയച്ചിരുന്നു. തീപിടുത്തം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. തീപിടുത്തത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടത്തിന്റെയും വൈദ്യുത സാമഗ്രികളുടെയും ഫിറ്റ്നസ് ഉറപ്പുവരുത്തണമെന്നും കത്തിൽ ഉന്നയിക്കുന്നു. സ്ഥലത്തെ ബാറ്ററികൾ കത്തിയത് മൂലമായിരുന്നു പുക ഉയർന്നതെങ്കിലും രോഗികൾക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പുവരുത്താൻ അധികൃതർ ശ്രമിച്ചിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതിയ ബ്ലോക്കിൽ UPS റൂമിൽ പുക പടർന്ന സംഭവത്തെ തുടർന്ന് എമർജൻസി വിഭാഗത്തിലെ മുഴുവൻ രോഗികളെയും അടിയന്തരമായി ചികിത്സയ്ക്കായി സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയെന്നും മുകൾ നിലയിൽ ഉണ്ടായിരുന്ന രോഗികളെയും കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നുവെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു. കെട്ടിടത്തിൽ ആരുമില്ല എന്ന് പരിശോധിച്ചുറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. എമർജൻസി സേവനം ആവശ്യമായ രോഗികൾക്ക് ബീച്ച് ഹോസ്പിറ്റലിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സേവനം ബീച്ച് ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചിരുന്നു. ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ എന്നൊക്കെ അന്വേഷണത്തിന് ശേഷം നമുക്കറിയാം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ ഇതുമായി ഉത്തരവാദിത്തപ്പെട്ടവർ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.